പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മള് സ്വരചിഹ്നങ്ങളാണ് പഠിക്കുന്നത്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ എന്നിവ നമ്മൾ കണ്ടു. ഇനി അതിനുശേഷം ആ സ്വരത്തോടു കൂടി ചിഹ്നങ്ങൾ ചേർന്ന് വരുമ്പോൾ ആ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് വരുന്ന മാറ്റമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ ഒന്ന് എഴുതാം. ആ, ആ, ഈ, ഉ, ഊ, എ, ഐ, ഓ, ഔ, ആ. ഇത്രയും സ്വരാക്ഷരങ്ങൾ ആണ് നമ്മുടെ മലയാളത്തിലുള്ളത്. ഇതൊന്ന് നോക്കാം. ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ, ആ. ഇനി ഇതിനോട് കൂടി ഇതിന്റെ ഓരോത്തിന്റെയും ചിഹ്നങ്ങൾ, സ്വരത്തിന്റെ ഓരോ ചിഹ്നങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ആ എന്ന അക്ഷരത്തിന് സ്വരചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല, അല്ലെ? ആ എന്ന അക്ഷരത്തിന് ആ സ്വരചിഹ്നങ്ങൾ ഇല്ല. അപ്പൊ നമ്മൾ അതിന് എഴുതേണ്ട ആവശ്യമില്ല. ആ ദീർഘമായിട്ട് ആ. ഏതാണ് ചിഹ്നം? ഇതാണ് അതിന്റെ ചിഹ്നം. ആ. ഇനിയിപ്പോ ഈ വന്നു. ഈയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് ഈയുടെ ചിഹ്നം. ഇങ്ങനെയാണ് ഈയുടെ ചിഹ്നം വരുന്നത്. അത് നമ്മള് വ്യഞ്ജനത്തിനോട് കൂടി ചേർക്കുമ്പോൾ നമുക്ക് പറയാം. ഈ എന്നുള്ള ചിഹ്നം ഏതാണ്? ഇതാണ് ഈ എന്നുള്ള ചിഹ്നം. അടുത്തത് ഊവിന്റെ ചിഹ്നം. എന്നുള്ള ചിഹ്നം ഇതാ ഇങ്ങനെ കൂട്ടി എടുത്ത് എഴുതുക, കൂട്ടി ചേർത്ത് എഴുതുക. എറിന്റെ ചിഹ്നം എന്താണ്? ഇതാണ്. ഇവിടെ ഒരു ഇങ്ങനെ വളഞ്ഞ് എന്നുള്ള ചിഹ്നം ഇരിക്കും. അടുത്തത് എയുടെ ചിഹ്നം ഇങ്ങനെയാണ്. എയുടെ ചിഹ്നം ഇരിക്കുന്നത്. ഇതാണ് എയുടെ ചിഹ്നം. ഐയുടെ ചിഹ്നം രണ്ട് വള്ളി ഇടുക. ഓയുടെ ചിഹ്നം ആദ്യം ഇങ്ങനെ ഇടുക, അതിനുശേഷം ഇതാണ് ഓയുടെ ചിഹ്നം. ഓയുടെ ചിഹ്നം. ഔയുടെ ചിഹ്നം അത് തന്നെയാണ്. ഔവിന്റെ ചിഹ്നം ഇത് തന്നെയാണ്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. പൂജ്യം. പൂജ്യം തന്നെ ഇട്ടാൽ മതി. അതിനൊന്നും ചിഹ്നം ഇല്ല. ഈ അക്ഷരത്തിൽ നമ്മള് വേറെ വാക്കുകൾക്ക് ഉപയോഗിക്കുന്നില്ല. വാക്കുകൾ നമ്മള് പദങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുക. അവിടെ ആയുടെ ചിഹ്നം ഇല്ല. എന്നുള്ള ദീർഘം. ഈ, ഉ, എ, ഐ, ഓ, ഔ, ആ. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾക്കുള്ള ചിഹ്നങ്ങൾ. ഇനി നമുക്കിത് വ്യഞ്ജനാക്ഷരങ്ങൾ ആയിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആദ്യം നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുവാണ്. ക എന്ന അക്ഷരം എഴുതി. കായോട് കൂടി ചേർന്ന് നമുക്ക് ഈ ചിഹ്നം എഴുതാം. കാ. അടുത്തത് കി, അല്ലെ? ക എന്ന അക്ഷരത്തിനോട് കൂടി ഈ വള്ളി ഇടുമ്പോൾ കി. അടുത്തത് കീ. ഈ കായ എഴുതിയിട്ട് ഈ വള്ളി ഇടുക. കീ. ഇനി അടുത്ത വ്യഞ്ജനം ഈ കാതന്റെ ചിഹ്നം ഇടുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? കു എന്ന് വായിക്കുന്നു. അടുത്ത വ്യഞ്ജനം ക എഴുതുക. വ്യഞ്ജനാക്ഷരത്തിന്റെ ക, അതിനോട് എന്ന ചിഹ്നം ചേർക്കുമ്പോൾ കൂ. ന്റെ ചിഹ്നം ആണ്. അപ്പൊ നമുക്ക് എന്താണ്? വ്യഞ്ജനാക്ഷരം കൂട്ടിച്ചേർക്കുമ്പോ കൃ എന്ന് കിട്ടും. യുടെ ചിഹ്നം കെ. നമ്മള് വ്യഞ്ജനാക്ഷരം എഴുതുമ്പോ കെ.
ഈ ചിഹ്നം നമ്മള് ഇവിടെ വ്യഞ്ജനാക്ഷരത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ കെ. അടുത്തത് വ്യഞ്ജനാക്ഷരം എന്താണ് ക, കൈ. സ്വരാക്ഷരം കൂട്ടിച്ചേർക്കുമ്പോൾ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൂട്ടിച്ചേർക്കുമ്പോൾ കൈ എന്ന് കിട്ടും. കോ. കോ എന്ന ഓയുടെ സ്വരാക്ഷരം ഓ, കോ. അപ്പൊ ക എഴുതി എന്താണ് കോ. ദീർഘിച്ചെഴുതുക കൗ. വ്യഞ്ജനാക്ഷരം ക, കൗ. സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൂട്ടിച്ചേർക്കുമ്പോൾ കൗ, കം. കം, ക. ഇത്രയാണ് വ്യഞ്ജനാക്ഷരത്തിന്റെ ചിഹ്നങ്ങൾ. സ്വരാക്ഷരങ്ങൾ ഉപയോഗിക്കുക. സ്വരാക്ഷരത്തിന്റെ ചിഹ്നങ്ങളാണിത്. സ്വരചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരത്തോട് കൂടി ചേരുമ്പോൾ എന്താണ് പൂർണ്ണമായിട്ടുള്ള ഒരു അക്ഷരം കിട്ടും. അത് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് പൂർണ്ണമായ പദങ്ങൾ കിട്ടും. ഓക്കെ. അപ്പം നമുക്ക് ഇനി ഇത് വെച്ചുകൊണ്ട് ഓരോ പദങ്ങൾ ഉണ്ടാക്കാം. കാക്ക, കിരീടം, കു, കീടം, കു, കുട്ടി, കുട്ടി അല്ലെങ്കിൽ കുഞ്ഞ് എന്നൊക്കെ പറയാം. കൂ, കൂട്, കൂട്, കൃമി, കെ വെച്ച് കെണി. അടുത്തത് കേരളം, കൈരളി, കൊല്ലം, കൊല്ലവർഷം എന്നൊക്കെ വാക്കുണ്ടാക്കാം. കോട്ടയം, കൗതുകം, കൗതുകം, കംസൻ, അത് വെച്ച് നമ്മുടെ ചിഹ്നങ്ങള് ഇല്ല. അപ്പൊ ആദ്യത്തെ ഈ കായും അവസാനത്തെ ഹ, അത് ഹ എന്ന വരുന്നതാണ്. അതിന്റെ ചിഹ്നങ്ങളില്ല. ക, കി, കു, കെ, കൈ, കോ, കൗ, കം, ക. അപ്പൊ കാ വെച്ച് കണ്ടു. കാക്ക, കിരീടം, കീടം, കു, കുട്ടി, കൂട്, കൃമി, കെണി, കേരളം, കൈരളി, കൊല്ലം, കോട്ടയം, കൗതുകം, കംസൻ. ഇത്രയും നമ്മുടെ സ്വരചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സ്വരചിഹ്നങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ സ്വരാക്ഷരങ്ങളിൽ തന്നെ അതിന്റെ സ്വരചിഹ്നങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറന്നു പോകാതിരിക്കും. സ്വരചിഹ്നങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് മറന്നു പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വരാക്ഷരങ്ങളിൽ തന്നെ എങ്ങനെയാണ് അതിന്റെ സ്വരചിഹ്നങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് നോക്കാം. ഓക്കെ. ആദ്യം നമുക്ക് ആ എന്ന അക്ഷരം എഴുതാം. ആയിക്ക് ചിഹ്നമുണ്ടോ? ഇല്ല അല്ലെ? ആയിക്ക് ചിഹ്നം ഇല്ല. അപ്പൊ നമുക്കത് ഒരു ക്രോസ് മാർക്ക് ചെയ്യാം. പക്ഷെ എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ചിഹ്നം ഉപയോഗിക്കാത്ത വാക്കാണ് അല്ലേ ഇത്. ഒരു വാക്ക് എഴുതാം. കക്ക. ഇതിൽ ചിഹ്നമുണ്ടോ? കക്ക എന്നൊരു വാക്കിന് ചിഹ്നമില്ല. എന്താണ്? ആദ്യത്തെ അക്ഷരം കായാണ്, രണ്ടാമത് ഇക്കായാണ്. അപ്പൊ അതിന് ചിഹ്നമില്ല. ആ കൂട്ടി സ്വരാക്ഷരം വരുമ്പോ ക, അതിന് ചിഹ്നമില്ല. അടുത്ത അക്ഷരം നോക്കുക. ആ എന്ന അക്ഷരമാണ്. ആയുടെ ചിഹ്നം ഏതാണ്? ആയുടെ ചിഹ്നം ഇതാണ് അല്ലെ. എങ്ങനെയാണ് ഈ സ്വരാക്ഷരത്തിൽ, ഈ ആ എന്ന സ്വരാക്ഷരത്തിൽ അതിന്റെ ചിഹ്നം ഒഴിഞ്ഞു കിടക്കുന്നത് നോക്കാം. എന്ന് എഴുതുക അല്ലെ. എഴുതിയിട്ട് ഇതൊക്കെ മായ്ച്ചു കളയുക. ഇത് മായ്ച്ചു കളയുമ്പോ എന്താണ് ഈ കിടക്കുന്ന അതിന്റെ ചിഹ്നമാണ് അല്ലെ. എന്ന ചിഹ്നമാണ് ഈ കിടക്കുന്നത്. അപ്പൊ എന്ന അക്ഷരത്തില് ഈ സ്വരചിഹ്നങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. മറന്നു പോകേണ്ട ആവശ്യമില്ല. ഇത് കൂട്ടിയൊരു വാക്ക് പറഞ്ഞേ. കാട്.
അല്ലെ, കാട്, കാ എന്ന ദീർഘം അല്ലെ, ആ എന്ന ദീർഘം ഇവിടെ കടക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മള് കാട് എന്നൊരു വാക്ക് എഴുതി വ്യഞ്ജന. അടുത്തത് ഈ എന്ന അക്ഷരമാണ് അല്ലെ. ഈയുടെ ചിഹ്നം ഏതാണ്? ഈയുടെ ചിഹ്നം ഇതാണ് ഈയുടെ ചിഹ്നം. ഈയുടെ ചിഹ്നം കൂട്ടി നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിന് ഒരു വാക്ക് പറഞ്ഞേ, കിളി അല്ലെ, കിളി, കിളി അല്ലെ. കിളി കൂട്ടി അപ്പൊ കി. ഈ എന്ന അക്ഷരത്തില് ഇതിന്റെ ചിഹ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നോക്കിയോ, ഇവിടെ നോക്കി ഇത് വായിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചിഹ്നം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കണ്ട ഇതേ അക്ഷരത്തിൽ ഈ എന്ന സ്വരാക്ഷരത്തില് ഈയുടെ ചിഹ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഈ എന്ന അക്ഷരമാണ്. ഈയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് അതിന്റെ ചിഹ്നം. ഈ എന്താണ് സ്വരാക്ഷരത്തിൽ അതിന്റെ ചിഹ്നം നമുക്ക് നോക്കാം. ഈ എന്ന ചിഹ്നം അല്ലേ. അത് നോക്കുക, ഇത്രയും വായിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിഹ്നം നമുക്ക് കിട്ടി. ഈ എന്ന ചിഹ്നം ഈ സ്വരാക്ഷരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടി നമ്മുടെ വ്യഞ്ജനാക്ഷരം കൂട്ടി, അതായത് കായാണ് നമ്മളിവിടെ എഴുതിയത് അല്ലേ. കാ കൂട്ടി ഒരു വാക്ക് പറഞ്ഞേ, കീടം, കീടം, കീടം അല്ലെ. അപ്പൊ ഇതിന്റെ ഓരോ ചിഹ്നങ്ങളും വ്യഞ്ജനാക്ഷരത്തോട് ചേരുമ്പോൾ അതിന്റെ ഉച്ചാരണവും ചിഹ്നങ്ങൾ കൂട്ടിയുള്ള വാക്കും നമുക്ക് നോക്കാം. അതായത് ഈ സ്വരാക്ഷരത്തിൽ തന്നെ സ്വര ചിഹ്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊരു സൂത്രവിദ്യയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൂത്രവിദ്യ. ഈ അടുത്തത് ഊ എന്ന സ്വരാക്ഷരമാണ്. ഊവിന്റെ ചിഹ്നം ഏതാണ്? ഇതാണ് ഊവിന്റെ ചിഹ്നം. ഊ കൂട്ടി ഇത് നോക്കുക, ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഈ സ്വരാക്ഷരത്തിൽ ചിഹ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കൂട്ടി ഒരു വാക്ക് പറഞ്ഞേ, കാ എന്നത് കുടം, 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 ഊ. അടുത്തത് ഊ എന്ന അക്ഷരമാണ്. ഊവിന്റെ ചിഹ്നം ഏതാണ്? ഊ എന്ന ചിഹ്നം ഇതാണ് ഊ എന്ന ചിഹ്നം. ഇവിടെ ഏതാണ് ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഊ എന്ന ഈ സ്വരത്തിന്റെ ചിഹ്നമാണ് അല്ലെ. അപ്പൊ അതിവിടെ ഈ സ്വരാക്ഷരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഊ കൂട്ടിയൊരു വാക്ക് നമുക്ക് പറയണം, കൂട്, കൂട്, കൂട് അല്ലെ, പക്ഷിയുടെയൊക്കെ കൂട്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത അക്ഷരം ഏതാണ് നിങ്ങൾ പറയൂ. അടുത്തത് എന്ന അക്ഷരമാണ്. എന്ന അക്ഷരമാണ്. എന്ന അക്ഷരത്തിന്റെ എന്താണ് അക്ഷരത്തിന്റെ ചിഹ്നം ഏതാണ്? ഇതാണ് അല്ലേ, എന്ന ചിഹ്നമാണ്. ഇനി യുടെ ചിഹ്നം എവിടുന്ന് വന്നു? ഇതില്ലേ, ഇവിടെ നോക്കുക. ഇവിടെ നമ്മള് എന്ന അക്ഷരം എഴുതി, എന്ന അക്ഷരം എഴുതിയിട്ട് നമുക്കിത് വായിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചിഹ്നം ഇതേ സ്വരാക്ഷരത്തില് കിടപ്പുണ്ട്. ഈ അക്ഷരം കൂട്ടി നമുക്കൊരു വാക്ക് പറയാം. നമ്മളിവിടെ കൂ വരെ എഴുതി. ഇനി ക എന്ന അക്ഷരം വ്യഞ്ജനാക്ഷരം കൂട്ടിക്കൊണ്ട് തന്നെ എന്ന സ്വരാക്ഷരം സ്വരചിഹ്നം കൂടി ഒരു വാക്കുണ്ടാവും. ഏതാണ്? കൃഷി, കൃഷി അല്ലെ, നെൽകൃഷി എന്നൊക്കെ പറയും. നെൽകൃഷി അല്ലെങ്കിൽ പാവയ്ക്ക കൃഷി, പച്ചക്കറി കൃഷി, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം വാക്കുകള്. കൃഷി. അടുത്തത് കഴിഞ്ഞിട്ട് എന്ന അക്ഷരമാണ്. എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഏതാണ്? എയുടെ ചിഹ്നം ഇതാണ്. നമ്മളിപ്പോ കണ്ടു അല്ലെ, എയുടെ ചിഹ്നം നമ്മൾ കണ്ടു. കണ്ടപ്പോ അത് ഏതാണ്? അക്ഷരത്തിൽ നിങ്ങൾ നോക്കുക. ഈ അക്ഷരത്തിൽ എവിടെയാണ് ഈ ചിഹ്നം ഒളിഞ്ഞു കിടക്കുന്നത്? നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ച്ചു കളഞ്ഞ് നോക്കാം അല്ലെ. അവിടെ ഉണ്ടോ എന്ന് നോക്കതേ കിടക്കുന്നു എയുടെ ചിഹ്നം അല്ലെ. വളരെ എളുപ്പമാണ് അല്ലെ. ഈ സ്വരചിഹ്നങ്ങൾ ഒരിക്കലും മറന്നു തന്നെ പോവില്ല. ഈ സൂത്രവിദ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വരത്തിന്റെ ഓരോ സ്വരത്തിന്റെയും സ്വരാക്ഷരത്തിന്റെയും ചിഹ്നങ്ങൾ അതിൽ തന്നെ ഒളിഞ്ഞു കിടക്കൊണ്ട് മറക്കാൻ പറ്റുകയില്ല അല്ലെ. അപ്പം ഒരു വാക്ക് നമ്മൾ പറഞ്ഞേ, വാക്കുണ്ടാക്കിക്കേ. കെണി അല്ലെ. കെണി, കെണി എന്നൊരു വാക്കായി അല്ലെ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്ത അക്ഷരം ഏതാണ്? എന്ന അക്ഷരമാണ്. എയുടെ ചിഹ്നം ഏതാണ്? എന്ന് പറയുന്ന ചിഹ്നം ഇതാണ്. ഇവിടെ അതിന്റെ ഈ സ്വരാക്ഷരത്തിൽ ഏതാണ് ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് നോക്കാം. എവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്? ഇത് മായ്ക്കുക അല്ല. ഇത് മായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അപ്പൊ ഇതിന്റെ ഈ അക്ഷരത്തിന്റെ ചിഹ്നം കിടക്കുന്നു കേട്ടോ.
ഇതേ ചിഹ്നം കിടക്കുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും മറന്നു പോകേണ്ടത് ഏന്നുള്ള ചിഹ്നം തിരിഞ്ഞാണെങ്കിലും അവിടെ കിടപ്പുണ്ട് അല്ലെ, അതിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഇത് കൂട്ടി ഒരു വാക്ക് പറയണം. ഏതാണ് വാക്ക്? കേരളം. 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 കേരളം എന്നൊരു വാക്ക് നമ്മൾ എഴുതി. ഈ അടുത്തത് ഐ. ഐ എന്ന അക്ഷരമാണ് അല്ലെ. ഐ എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെയാണ്. ഐയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് ഐയുടെ ചിഹ്നം. ഐയുടെ ചിഹ്നം നമുക്ക് ഇതിന്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കിടപ്പുണ്ട് ഐയുടെ ചിഹ്നം അല്ലെ. അപ്പൊ നമുക്ക് ഒരു വാക്ക് ഉണ്ടാക്കിയാൽ മതി. ഏതാണ് വാക്ക്? കൈരളി. കൈരളി. കൈരളി എന്നൊരു വാക്ക് നമ്മൾ കൈരളി. കേരളം എന്നൊക്കെയാണ്. ഐ. അടുത്തത് ഓ. ഓ എന്ന അക്ഷരമാണ്. ഓയുടെ ചിഹ്നം ഏതാണ്? ഓയുടെ ചിഹ്നം ഇതാണ് അല്ലെ. ഓ ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കിടപ്പുള്ളത് അക്ഷരത്തിൽ തന്നെ കിടപ്പുണ്ട്. ഏതാണ്? ഇത് ഇവിടുത്തെയാണ് വായിച്ചാൽ മതി. അപ്പൊ ഈ അക്ഷരം കിട്ടും, ഇതും കിട്ടി. രണ്ട് ചിഹ്നങ്ങള് ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഒരെണ്ണം പറഞ്ഞേ. കൊല്ലം. കൊല്ലം. കൊല്ലവർഷം അല്ലെങ്കിൽ കൊല്ലം എന്നൊരു സ്ഥലത്തിന്റെ പേരാണ്. കൊല്ലവർഷം എന്നൊക്കെ ഉണ്ടല്ലേ കൊല്ലം. അപ്പൊ ക എന്ന വ്യഞ്ജനത്തിലാണ് നമ്മൾ ഈ ചിഹ്നം എല്ലാം ഇട്ട് വരുന്നത്. ഈ കൈയിടാം, അതിന്റെ അടുത്ത അക്ഷരത്തിലിടാം, ഒക്കെ ഇടാം. അപ്പൊ നമ്മള് ഇപ്പൊ ക എന്ന അക്ഷരത്തിൽ ഈ ചിഹ്നങ്ങൾ സ്വരചിഹ്നങ്ങൾ ചേർത്ത് നോക്കുകയാണ്, ഈ ഒളിഞ്ഞു കിടക്കുന്ന സ്വരചിഹ്നം. അപ്പൊ അടുത്ത അക്ഷരം നോക്കാം. ഓ. ഓ. ഓയുടെ ചിഹ്നം നമുക്കറിയാം അല്ലെ. ഓ. ഓ. ഓ എന്നാണ്. ഇതാണ് അതിന്റെ ചിഹ്നം. ഓ. ഓ. ഓയുടെ ചിഹ്നം ഏതാണ്? ഒരു വാക്ക് നമുക്കറിയാം, ഇവിടെ തന്നെ കിടപ്പുണ്ട് അതിന്റെ ചിഹ്നങ്ങള്. ഓ എന്താണ്? കോട്ടയം. കോട്ടയം. കോട്ടയം എന്നൊരു വാക്ക് നമ്മള് അതുകൊണ്ട് എഴുതി. കോ എന്ന ചിഹ്നം കൊണ്ട് അവിടെ. അടുത്തത് ഔ. ഔ ആണ് അടുത്തത്. കൂട്ടിയെന്ന് പറഞ്ഞേ. ഔവിന്റെ ചിഹ്നം ഇതാണ് അല്ലെ, ഇവിടെ കിടപ്പുണ്ട്. ഈ അക്ഷരത്തിന്റെ പുറകെ കിടപ്പുണ്ട്, നമുക്ക് നോക്കണ്ട. ഔ കൂട്ടി എന്താണ്? കൗതുകം. കൗതുകം. കൗതുകം എന്നൊരു വാക്കുണ്ടാക്കി. അടുത്തത് അമ്മാണ്. കൂട്ടി നമ്മള് അമ്മിന്റെ ചിഹ്നം ഇവിടെ തന്നെ കിടപ്പുണ്ട്, നമുക്കറിയാം. അപ്പൊ അത് കംസൻ തുടങ്ങിയ വാക്കുകൾ നമുക്ക് അതിന് ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക. അടുത്തത് ആയുടെ ചിഹ്നം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആയിട്ട് ഇതുപോലെ തന്നെ ചിഹ്നങ്ങളില്ല. ഇവിടെ തന്നെ നോക്കുക. ഈ ഐ ഓ ഔ ഈ ഇത്രയും സ്വരാക്ഷരങ്ങൾ ഉള്ളതില് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമ്മൾ കണ്ടു. ഇതിന്റെ ചിഹ്നം ഇതാണ്, ഇതിന്റെ ചിഹ്നം ഇതാണ്, ഈയുടെ ചിഹ്നം ഇത്, ഊയുടെ ചിഹ്നം, ഊടെ ചിഹ്നം, ഏയുടെ ചിഹ്നം, ഐയുടെ ചിഹ്നം, ഓ ഔ. അപ്പൊ ഈ സ്വരാക്ഷരങ്ങളിലെല്ലാം തന്നെ അതിന്റെ ചിഹ്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇനി മറന്നുപോലെ. അപ്പൊ സാർ ആദ്യം പഠിപ്പിച്ചത് സ്വരാക്ഷരങ്ങൾ, അതിന്റെ ചിഹ്നം പഠിപ്പിച്ചു. അതിനുശേഷം ഈ ചിഹ്നങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ട്രിക്കും പറഞ്ഞു, ഒരു സൂത്രവിദ്യയും പറഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരത്തോട് കൂടി എഴുതാൻ മറക്കരുത്. വ്യഞ്ജനാക്ഷരത്തോട് കൂടി നമ്മൾ ഇതാണ് എഴുതിയത്. ആയിക്ക് ചിഹ്നമില്ല, ഒരു വാക്ക് എഴുതി കാ കൂട്ടി കക്ക എന്നെഴുതി. ആയുടെ ചിഹ്നം ഉണ്ട് അല്ലെ, കാട് എഴുതി. ഈയുടെ ചിഹ്നം കിളി എന്നെഴുതി. ഈയുടെ ചിഹ്നം കീടം എന്നെഴുതി. ഊയുടെ ചിഹ്നം കുടം എന്നെഴുതി. ഊടെ ചിഹ്നം കൂട എന്നെഴുതി. കൃഷി എന്നെഴുതി. ഏയുടെ ചിഹ്നം വെച്ച് കെണി എന്നെഴുതി. കേരളം എന്നെഴുതി. ഐ കൈരളി എന്നെഴുതി. ഓ കൊല്ലം എന്നെഴുതി. ഓ കോട്ടയം എന്നെഴുതി. ഔ കൗതുകം എന്നെഴുതി. ഔ കംസൻ. ഇത്രയും സംഗതികള് സ്വരചിഹ്നങ്ങൾ ചേർത്ത് എല്ലാ അക്ഷരങ്ങളുടെയും എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും സ്വരചിഹ്നങ്ങൾ ചേർത്ത് അടുത്ത ദിവസം നിങ്ങൾ എഴുതുക. എല്ലാവർക്കും നമസ്കാരം.